ഈ വീഡിയോയിൽ നേപ്പാൾ, തുർക്കി, ചെക്ക് റിപ്പബ്ലിക് ഈ 3 രാജ്യങ്ങളിലും നടക്കുന്ന വിഷയങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമേ തന്നെ നേപ്പാളിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നേപ്പാളിന്റെ ഉള്ളിൽ കാഠ്മണ്ഡുവിൽ നല്ല രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. നിലവിലെ സർക്കാരിനെതിരെയാണ് ആ ഒരു പ്രതിഷേധം നടക്കുന്നത്. അവിടെ മൊണാർക്കി റൂൾ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. നമ്മൾ ഒരു 1.5 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വളരെ കുറച്ച് ആൾക്കാരെ അത് കണ്ടോളൂ. ഞാൻ ലിങ്ക് എല്ലാം തന്നെ ഞാൻ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്യാം. അതായത് എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് മെയിൻ സ്ട്രീം മീഡിയാസ് എല്ലാം ഈ ഒരു നേപ്പാളിലെ വിഷയം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ചാനലിൽ ഓൾറെഡി തന്നെ ഇതിങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ ധരിപ്പിച്ചതാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ അതിതീവ്രമായ നിലയിലാണ് അവിടെ പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. കൺട്രോൾ ചെയ്യാൻ വേണ്ടി കാഠ്മണ്ഡുവിൽ മാത്രം ഏതാണ്ട് 3500 മുതൽ 5000 പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വേണ്ടി വന്നാൽ ഫോഴ്സ് ഉപയോഗിക്കാനും കൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, അവരുടെ ഹോം അഫയേഴ്സ് ആണ് ഇതിന് ഉത്തരവ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കാഠ്മണ്ഡു ഒരു പക്ഷേ അവിടെ ഈ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശർമ്മ ഒലി ഉൾപ്പെടെയുള്ള ആ ഒരു ലെഫ്റ്റ് ലിബറൽ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പുറത്തിറങ്ങി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അഥവാ അങ്ങനെ ഉടനെ സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിലും വരുന്ന ഇലക്ഷനിൽ തന്നെ ഇതിന്റെ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ മൊണാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് അവിടെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവിടുത്തെ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകക്ഷിയെ താഴെ ഇറക്കിയിട്ട് ഒരു രാജഭരണം കൊണ്ടുവരാനല്ല അവിടെ ശ്രമിക്കുന്നത് വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണോ ഡെമോക്രസി അവിടെ വർക്ക് ചെയ്യുന്നത് അതേ രീതിയിൽ ഒരു മൊണാർക്കി ഭരണകൂടം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഒരു രാജഭരണം അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ രാജഭരണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്. ആ പാർട്ടിയെ അവിടെ ഇലക്ഷനിൽ മത്സരിപ്പിക്കുകയും അതിലൂടെ ജനാധിപത്യ രീതിയിൽ തന്നെ അവിടെ രാജഭരണം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു പരിധിവരെ ഇതിനെ കൗണ്ടർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ജനാധിപത്യ രീതിയിലാണ് ഈ ഒരു മൊണാർക്കി റൂൾ അവിടെ വരാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് 2 ലീഡേഴ്സിന്റെ പേര് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അഥവാ ഈ പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രജതന്ത്ര പാർട്ടി, ഇതാണ് ആ ഒരു പാർട്ടി. RPP എന്നാണ് ഈ പാർട്ടിയുടെ ഷോർട്ട് ഫോം, രാഷ്ട്രീയ പ്രജതന്ത്ര പാർട്ടി. ഈ രാഷ്ട്രീയ പ്രജതന്ത്ര പാർട്ടി 2 ആൾക്കാരാണ് മെയിൻ ആയിട്ട് ലീഡ് ചെയ്യുന്നത്. ദുർഗപ്രസായ് അതുപോലെ നവരാജ്, ഈ 2 ആൾക്കാരാണ് ഈ പാർട്ടി ലീഡ് ചെയ്യുന്നത്. ഇവർ വിജയിച്ചു കഴിഞ്ഞാൽ ഭരിക്കാൻ പോകുന്നത് രാജാവായിരിക്കും. മൊണാർക്കി റൂൾ ആണ് അവിടെ കൊണ്ടുവരാൻ പോകുന്നത്. കാരണം ഈ രാജാവാണ് ഈ പാർട്ടിയുടെ പുറകിൽ ഇരുന്ന് ചുക്കാൻ പിടിക്കുന്ന വ്യക്തി. തീർച്ചയായിട്ടും ഭരണത്തിൽ വരാനുള്ള സാഹചര്യം വളരെ വളരെ കൂടുതലാണ്. ഇതാണ് നമുക്ക് നേപ്പാളിൽ നിന്നും കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ. നേപ്പാൾ അറിയാലോ, കഴിഞ്ഞ 2008 അവിടുത്തെ ആ ഒരു മൊണാർക്കി റൂൾ എടുത്തു കളഞ്ഞിട്ട് ഈ ഒരു ലെഫ്റ്റ് ലിബറൽ ആയിട്ടുള്ള ആൾക്കാർ ഭരണം പിടിച്ചടക്കിയത്. അതിനുശേഷം അവിടെ നടന്ന കോലാഹലങ്ങൾ, ഇന്ത്യയുമായിട്ട് അവരെടുത്ത നിലപാട്, ഇന്ത്യയുടെ മാപ്പുകൾ വരെ തിരുത്തി കുറിച്ചുകൊണ്ട് അവർ കാണിച്ച കുറെ കോപ്രായങ്ങൾ, അതുപോലെ തന്നെ ചൈനയുമായിട്ട് അവർ ഇടപെട്ടുകൊണ്ട് അവിടെ മാൻഡറിൻ ഉൾപ്പെടെയുള്ള ലാംഗ്വേജുകളൊക്കെ നേപ്പാളിന്റെ കൾച്ചറിന് വിരുദ്ധമായിട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ അവിടെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയും ചൈനയുടെ പക്കൽ ചെന്ന് പൈസ ആവോളം കടം മേടിച്ച് പോക്കറ്റ് വീർപ്പുകയും ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ശർമ്മ ഒലിയൊക്കെ അതിലെ നമ്പർ 1 ആണ്. അപ്പൊ ആ രീതിയിലിരിക്കുന്ന ഗവൺമെന്റിന് നേപ്പാളിലെ പൊതുവിലെ ചാനലുകളെല്ലാം തന്നെ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ ഇടയിൽ നിലവിലെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം തേടിയപ്പോഴത്തേക്കും അവർ ഫ്രസ്ട്രേറ്റഡ് ആണ്. അതുപോലെ തന്നെ കറപ്ഷൻ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതിലുപരിയായിട്ട് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, അതായത് ഒരു സർക്കാരും തന്നെ അവരുടെ ആ ഒരു കാലപരിധി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അവരുടെ സർക്കാർ അങ്ങ് വീഴുകയാണ്. ഇത് തന്നെയാണ് അവിടെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അപ്പൊ ഇതിലൊക്കെ ഫ്രസ്ട്രേഷനിലായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ 2008 മുമ്പ് ഇരുന്ന ആ മൊണാർക്കി ഭരണകൂടം വളരെ വളരെ ബെറ്റർ ആയിരുന്നു എന്നുള്ള തിരിച്ചറിവോടുകൂടി ഇപ്പൊ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നേപ്പാളിൽ വളരെ വൈകാതെ തന്നെ ഈ ഒരു മൊണാർക്കി ഭരണകൂടം തിരിച്ചു വരാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായിപ്പിക്കപ്പെടുന്നത്. അതാണ് നേപ്പാളിലെ വിഷയം. ഇനിയിപ്പോ നമ്മൾ നേരെ യൂറോപ്പിലേക്ക്, ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ചൈനയ്ക്കെതിരാണ്. നമ്മൾ പലപ്പോഴും യൂറോപ്യൻ മേഖലയിൽ ചൈനയെ കയറ്റുന്നില്ല, ചൈനയെ അവർ കൂടുതൽ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പല വാർത്തകൾ പറയുമ്പോഴും പലർക്കും അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ചൈനയോട് അത്രമാത്രം താല്പര്യമുള്ള ചൈനീസ് ടെക്നോളജി, ചൈനീസിന്റെ എക്കണോമിക് ഗ്രോത്ത്, ഇതിലൊക്കെ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന യങ്സ്റ്റേഴ്സ് ഇന്ത്യക്കുള്ളിലുണ്ട്. 100% ഉറപ്പുള്ള കാര്യമാണ്. തികച്ചും കേരളത്തിൽ അത് തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും യൂറോപ്യൻസ് എങ്ങനെയാണ് ചൈനയെ പുറത്ത് നിർത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ചൈനയെ യൂറോപ്പ് ഒരു പരിധി വരെ ഡിസ്റ്റൻസിൽ വെക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൊണ്ട് പറഞ്ഞാൽ മാത്രം അതങ്ങ് മനസ്സിലാക്കാൻ പറ്റൂല. അതിന് ചെറിയ എക്സാമ്പിളോട് കൂടി ഞാൻ മുന്നോട്ട് പോകാം. കാരണം ഇപ്പൊ നിലവിൽ ചെക്ക് റിപ്പബ്ലിക് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം വളരെ നിർണായകമായിട്ടുള്ള തീരുമാനമാണ്. അതായത് ചൈനയുടെ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ചെക്ക് റിപ്പബ്ലിക് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പിയോനേജ്, അതായത് ഇതേപോലെ
അവരുടെ ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്ന് വന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണ് അവർ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് വേണ്ടാന്ന് വെച്ചതുകൊണ്ട് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഉള്ളിൽ കുറച്ച് എക്കണോമിക് ലോസ്, അതുപോലെ തന്നെ കുറച്ച് എംപ്ലോയ്മെന്റ് ലോസ് ഇതൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അവരുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റി, സുരക്ഷിതത്വം അതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ചെറിയ നഷ്ടം അത്ര വലുതല്ല എന്നാണ് ചെക്ക് റിപ്പബ്ലിക്കിന്റെ പ്രൈം മിനിസ്റ്റർ പീറ്റർ ഫിയാല പറയുന്നത്. ഈ പീറ്റർ ഫിയാലയാണ് ഈ ഒരു ബോൾഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തത്. ഇതിന്റെ കാരണം വേറെ ഒന്നുമില്ല, BIS എന്ന് പറയുന്ന ആ ഒരു ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഇന്റലിജൻസ് നിന്ന് കിട്ടിയ റിപ്പോർട്ടാണ്. ഇപ്പൊ എന്താണ് ചൈന അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോയത്, ഏത് മേഖലയിലാണ് ചൈന ഇൻവെസ്റ്റ് ചെയ്യാൻ പോയത്, എന്തുകൊണ്ടാണ് ചൈനയ്ക്ക് ഈ ഒരു തടസ്സം അവിടെ നേരിടേണ്ടി വന്നത് എന്നുള്ളതിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ചൈന അവിടെ ഉദ്ദേശിച്ചത് അവിടെ ഒരു സാറ്റലൈറ്റ് ആന്റന, ഒരു സാറ്റലൈറ്റ് സ്റ്റേഷൻ, അതായത് ഒരു സാറ്റലൈറ്റ് ഗ്രൗണ്ട് സ്റ്റേഷൻ നിർമ്മിക്കാനാണ് അവിടെ പോയത്. അപ്പൊ അതിനവർ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 7.3 ഡയമീറ്റർ ഉള്ള ഒരു ആന്റന അവിടെ ഓൾറെഡി തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. അതായത് ചെക്ക് റിപ്പബ്ലിക്കുമായിട്ട് ഓൾറെഡി തന്നെ ഈ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുകയും ചൈന അവിടെ ഓൾറെഡി തന്നെ ഈ ഒരു ആന്റന കൊണ്ടുപോയി അവിടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടാണ് ഫർദർ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്തുള്ള ഒരു ചേഞ്ച് നടന്നിട്ടുണ്ട് ഗ്ലോബലി. ആ ഒരു ചേഞ്ചിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ചൈനയെ പുറത്താക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും അവർ പറയുന്ന റീസൺ വളരെ വലുതാണ്. കാര്യം ചൈനയ്ക്ക് ഇനി യൂറോപ്പിൽ കിട്ടാൻ പോകുന്ന തിരിച്ചടി, ചൈന ഇനി യൂറോപ്പിൽ ഒരു മേഖലയിലും ഈ ഒരു ആന്റന അഥവാ ഈ ഒരു സ്പേസിന്റെ ഗ്രൗണ്ട് സ്റ്റേഷൻ, ഇവരുടെ സാറ്റലൈറ്റിന്റെ ഗ്രൗണ്ട് സ്റ്റേഷൻ നിർമ്മിക്കാൻ യൂറോപ്പിൽ ഇനി ആരും തന്നെ ചൈനയ്ക്ക് ഒരു സ്പേസ് കൊടുക്കുമെന്ന് തോന്നുന്നില്ല. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ചൈനയ്ക്ക് ഇതേ രീതിയിലുള്ള തിരിച്ചടികളാണ് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ചെക്ക് റിപ്പബ്ലിക്കില് ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്ന വോക്കോസ് വില്ലേജ് എന്ന് പറഞ്ഞ ഈ ഒരു വില്ലേജില് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് മൊറാവിയ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണ്. സൗത്ത് മൊറാവിയ ഈ ലൊക്കേഷനിലാണ് അവർ ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് കണ്ടെത്തിയിട്ട് ഇവിടെ ഒരു ആന്റന സ്ഥാപിക്കാം എന്ന് തീരുമാനിച്ച് ആ ഒരു സ്ഥലത്തേക്കാണ് ഇവർ ടെൻഡറും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ ഇപ്പം ചെക്ക് റിപ്പബ്ലിക് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ആന്റന റിമൂവ് ചെയ്ത് കൊണ്ടുപോകണം, ഞങ്ങൾക്ക് ഈ ഒരു കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് തന്നെ ഇവർക്ക് ഇന്റലിജൻസിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഹുവാവേ അതേപോലെ ZTE എന്ന് പറഞ്ഞ ഈ കമ്പനികളുടെയൊക്കെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് വാർണിംഗ് ഓൾറെഡി തന്നെ ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ കമ്പനികളെല്ലാം ഇവരുടെ ഡേറ്റ, അതായത് യൂസേഴ്സിന്റെ ഡേറ്റ ഒക്കെ ഇവർ ചോർത്തുന്നുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഓൾറെഡി തന്നെ യൂറോപ്യൻ യൂണിയൻ ത്രൂ, അതേപോലെ തന്നെ ചെക്ക് റിപ്പബ്ലിക് BIS ഇന്റലിജൻസ് ഇൻഫർമേഷൻ ത്രൂ ഒക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് ചൈനയെ ഏത് ലെവലാണ്, അതായത് ചൈനയിൽ നിന്നും ഒരു ഇൻവെസ്റ്റ്മെന്റ് പോകുമ്പോഴത്തേക്കും, ചൈനയിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ പോകുമ്പോഴത്തേക്കും, ചൈനയിൽ നിന്നും ഒരു ഡിജിറ്റൽ ടെക്നോളജി പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും എത്രമാത്രം കോൺഷ്യസ് ആയിട്ടാണ് യൂറോപ്പ് പ്രതികരിക്കുന്നത്, ഇല്ലെങ്കിൽ അവർ എത്രമാത്രം വളരെ ക്ലീൻ ആയിട്ടാണ് ഇതിനെ സ്ക്രൂട്ടനൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നത് എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ചൈനയെ മറ്റുള്ള യൂറോപ്പ് രാജ്യങ്ങൾ വെൽക്കം ചെയ്യുന്നില്ല എന്ന് പറയുന്നതിന് നമ്മൾ എന്താണ് കാരണം എന്നുള്ളതിന് കൊടുക്കുന്ന റീസൺ ആണിത്. കാര്യം ആർക്കും വിശ്വാസമില്ല, ട്രസ്റ്റ് ഇല്ല. കാരണം ചൈനയുടെ മുൻകാല ചരിത്രങ്ങൾ തന്നെയാണ്, അത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം. 2021 ചെക്ക് റിപ്പബ്ലിക്കിൽ ഉണ്ടായ ഒരു ആക്ട്, ആ ഒരു ലോ, അതായത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ ഇതേപോലെ ഹൈ റിസ്ക് ആയിട്ടുള്ള മേഖലകളിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോഴത്തേക്കും ആ രാജ്യത്തിന് അതിനെ ഡിനൈ ചെയ്യാനുള്ള, അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള പവർ കൊടുക്കുന്നതാണ് ഈ ഒരു 2021 അമെൻമെന്റ് ആക്ട് ചെക്ക് റിപ്പബ്ലിക്കിൽ. അപ്പൊ ആ ഒരു ആക്ട് വെച്ചിട്ടാണ് ഈ ഒരു ഡിസിഷൻ അവരെടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ചൈനയ്ക്ക് കൊടുത്തിരിക്കുന്ന തിരിച്ചടി എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഇംപ്രഷൻ, അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത്. ചൈനയെ മറ്റുള്ള ആൾക്കാർ എങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്ന റെപ്യൂട്ടേഷൻ, അവരുടെ ഒരു റെക്കഗ്നൈഷൻ, ഇതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്. നേരെ മറിച്ച് ഇന്ത്യക്ക് ഈ ഒരു സ്ഥാനമല്ല ഈ ഒരു മേഖലയിൽ, ഏത് മേഖല ആയിക്കോട്ടെ. ഇന്ത്യയുടെ ISRO ഒക്കെ വളരെ ട്രസ്റ്റഡ് ആണ്. നമുക്കൊക്കെ എവിടെയെങ്കിലും ഒരു ആന്റന വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. യൂറോപ്പിലാണെങ്കിൽ യൂറോപ്പിൽ പല സ്ഥലത്തും യൂറോപ്യൻ സ്പേസ് ഏജൻസി അവിടെ പല സ്ഥലങ്ങളിലും ആന്റന വെച്ചിട്ടുണ്ട്. അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചാൽ മതി. നമുക്ക് വേണ്ടി മാത്രം സ്വന്തമായിട്ട് ഒരു സാധനം ഒരു സ്ഥലത്ത് കൊണ്ട് പൈസ കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. കാരണം അവർക്ക് ഫുൾ ആൻഡ് ഫുൾ ഒരു കോൺഫിഡൻഷ്യൽ അവിടെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മറ്റൊരാളുടെ രാജ്യത്തിൽ കയറിയിരുന്ന് ചൈന ഇൻഫർമേഷൻസ് ഒക്കെ ചോർത്തിക്കൊണ്ട് അത് വേറെ ആർക്കെങ്കിലും മറിച്ച് വിൽക്കും, അല്ലെങ്കിൽ അവർ തന്നെ വേറെ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കും എന്നുള്ളതിന്റെ ഒരു ഡൗട്ടാണ് ഇവിടെ വരുന്നത്. സ്പേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഗ്ലോബലിയാണ് ഈ റിസർച്ച് വർക്കുകളൊക്കെ നടക്കുന്നത്. പല മേഖലകളിലുള്ള സ്ഥാപനങ്ങളും ISRO ആയിക്കോട്ടെ, നാസ ആയിക്കോട്ടെ, യൂറോപ്യൻ സ്പേസ് ഏജൻസി ആയിക്കോട്ടെ, റോസ്കോസ്മോസ് ആയിക്കോട്ടെ, ഇതെല്ലാം ചേർന്ന് ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ കൂട്ടായ പ്രവർത്തനമാണ്. കാരണം മാനവികതയ്ക്ക് വേണ്ടിയിട്ടുള്ള കണ്ടെത്തലുകളാണ് അതൊക്കെ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ വേണം ഒരുമിച്ച് മുന്നോട്ട് പോകാൻ. അല്ലാതെ എനിക്ക് വേണ്ടി മാത്രം ഞാൻ ഇവിടെ ഒരു ആന്റന വെച്ചോളാം, അതുകൊണ്ട് ഞാൻ രഹസ്യമായിട്ട് കുറെ സാധനങ്ങളൊക്കെ ഞാനങ്ങ് എന്നുള്ള നിലയിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ആരും തന്നെ അങ്ങനെ വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ളതാണ് കാര്യം. വേറെ ഒന്നുമില്ല, ഇപ്പം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു ഇതിനു മുമ്പ് അമേരിക്കയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർ ചൈന എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എവിടെ വേണമെങ്കിലും ചെയ്തോട്ടെ എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പൊ ട്രംപിന്റെ ഭരണകൂടം വന്നതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഇന്റലിജൻസ് കൊടുത്ത വിവരത്തിന്റെ പേരിലാണ് ഈ ഒരു ചൈനയുടെ പ്രോജക്ട് ക്യാൻസൽ ആക്കിയതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്.
അമേരിക്കയുടെ ഇന്റലിജൻസിൽ ആരാണ് ഉള്ളതെന്ന് അറിയാലോ, തുൾസി ഗബാർഡാണ് CIA തലപ്പത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയം ഇങ്ങനെ നടന്നിട്ടുണ്ട്. അങ്ങനെ ചൈനയ്ക്ക് യൂറോപ്യൻ മേഖലയിൽ ഒരു നോസ് കട്ട് കിട്ടിയിട്ടുണ്ട്. ട്രസ്റ്റ് ഇല്ല എന്നുള്ള ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു റീസൺ കൊണ്ടാണ് ഇവർ ചൈന എടുത്ത് പുറത്താക്കിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ അടുത്ത് തുർക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തുർക്കിയിലെ തയ്യിബ് എർദോഗൻ വളരെ വളരെ വീക്ക് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാര്യം ആ രീതിയിലുള്ള ക്രൗഡാണ്. ഈ ക്രൗഡ് ഇപ്പൊ ഞാൻ ഷെയർ ചെയ്യുന്ന ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഈ ക്രൗഡ് ശരിക്കും ഇക്രം ഇമാമോലു എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വരുന്ന ഇത്രയും ക്രൗഡാണ് നമ്മൾ കാണുന്നത്. ഇത് 8 ദിവസമായിട്ട് തുർക്കിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രതിഷേധം നടക്കുകയാണ്. അതായത് കഴിഞ്ഞ ബുധനാഴ്ച തുടങ്ങിയതാണ്, ഇതുവരെ അവസാനിച്ചിട്ടില്ല. അതാണ് അവിടുത്തെ സാഹചര്യം. എർദോഗൻ ശരിക്കും പറഞ്ഞാല് വാലിന് തീപിടിച്ച അവസ്ഥയിലാണ് അവിടെ നടക്കുന്നത്. കാരണം 2022 തന്നെ ഈ ഇക്രം ഇമാമുലു എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി പറഞ്ഞിരുന്ന വിഷയം എന്ന് പറഞ്ഞാല് ഇലക്ഷൻ കമ്മീഷൻ, തുർക്കിയിലെ ഇലക്ഷൻ കമ്മീഷനെ ഫൂൾസ് എന്നാണ് വിളിച്ചത്. ഫൂൾസ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? കാരണം ഇലക്ഷൻ വേണ്ട, ഞാൻ തന്നെ സ്ഥിരമായിട്ടുള്ള പ്രസിഡന്റ് ആയിട്ട് അങ്ങ് തുടരാം എന്ന് തയ്യിബ് എർദോഗൻ എടുത്ത തീരുമാനത്തിനെ ഒരു രീതിയിലും ഗണ്ണിക്കാൻ ഒരു കപ്പാസിറ്റിയും ഇല്ലാതെ തുടരുന്ന ഫൂളുകൾ എന്നാണ് വിളിച്ചിരുന്നത്. ഇതൊക്കെ തന്നെ തയ്യിബ് എർദോഗനെ പ്രൊവോക്ക് ചെയ്യാൻ പിന്നെ വേറെ വാക്കുകളൊന്നും വേണ്ടല്ലോ. ആ രീതിയിൽ തയ്യിബ് എർദോഗനെ കൗണ്ടർ ചെയ്യുന്ന ഒറ്റൊരു വ്യക്തിയായിരുന്നു തുർക്കിയിലെ ഈ ഇക്രം എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി. ആ വ്യക്തിയാണ് പിടിച്ചിപ്പോ ജയിലിലിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇയാളുടെ ഡിഗ്രി, ഈ ഇക്രമിന്റെ ഡിഗ്രി, അതായത് തുർക്കിയിൽ ഈ ഒരു പ്രസിഡന്റ് പോസ്റ്റിനൊക്കെ മത്സരിക്കണം, ഇലക്ഷനിൽ വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഗ്രാജുവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ഗ്രാജുവേഷൻ ആണ് തയ്യിബ് എർദോഗൻ റിവോക്ക് ചെയ്തത്. കാരണം വേറെ ഒന്നുമില്ല, ഇയാൾ പഠിച്ച യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് റിവോക്ക് ചെയ്തത്. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരിക്കലും അയാൾ സ്പെൻഡ് ചെയ്ത് പഠിച്ച ഒരു 3 വർഷം ഇല്ലാതെ പോകുന്നില്ല. അപ്പൊ യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരം കിട്ടുന്ന മുറയ്ക്ക് ആ ഡിഗ്രി വാലിഡേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അപ്പൊ അതിനെ ഇസ്താൻബുൾ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്ത് ഈ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇക്രം ഇമാമുലു സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സബ്മിറ്റ് ചെയ്ത ആ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റിനെ പോലും ഈ തയ്യിബ് എർദോഗൻ തടഞ്ഞു വെച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാലിഡ് ആണെന്ന് പറഞ്ഞ് വാലിഡേഷൻ വരുത്തിയ സമയത്താണ് പുള്ളി മാസ്റ്റർ ഡിഗ്രിക്കും കൂടെ അപ്ലൈ ചെയ്യുന്നത്. മാസ്റ്റർ ഡിഗ്രിക്ക് പോകാൻ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സമ്മതപത്രം കൂടിയാണ് ഇസ്താൻബുൾ യൂണിവേഴ്സിറ്റി ഇഷ്യൂ ചെയ്തത്. അപ്പൊ അങ്ങനെ ഇഷ്യൂ ചെയ്തതിന്റെ 3ാമത്തെ ദിവസമാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതായത് ഒരു ഇലക്ഷനിൽ മത്സരിക്കാനുള്ള കപ്പാസിറ്റി പുള്ളിക്ക് വന്നു കഴിഞ്ഞു. അതാണ് സംഭവം. പല രീതിയിലും എർദോഗൻ പൊളിറ്റിക്സ് കളിച്ച് ഈ ഒരു വ്യക്തിയെ, ഈ ഇക്രം ഇമാമുലുവിനെ പുറത്തു നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പ്രൊട്ടസ്റ്റ് തുർക്കിയിൽ കത്തിപ്പടരുകയാണ്. ഇത് എന്തായി അവസാനിക്കുന്നത് നമുക്ക് തന്നെ ഒരു പിടുത്തമില്ല. ആ രീതിയിലാണ് ഒരുപക്ഷെ ഒരു വലിയ കലാപം തന്നെ തുർക്കിക്ക് ഉള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. ഇതാണ് ഈ 3 രാജ്യങ്ങളിൽ നടക്കുന്ന 3 വിഷയങ്ങൾ. അപ്പം തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.